പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളുടെ പണം തിരിമറി നടത്തിയ കേസിൽ മാനേജരും അസിസ്റ്റന്റ് മാനേജരും അറസ്റ്റിൽ. ഗോൾഡ് ലോൺ ഉൾപ്പെടെ 77,66,800 രൂപ തിരിമറി നടത്തിയ കേസിലാണ് ഹരീഷ്, രജീഷ് എന്നിവർ പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പട്ടാമ്പിയിലെ തേജസ് സൂര്യനിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളുടെ പണം തിരിമറി നടത്തിയ കേസിലാണ് ഇരുവരും പിടിയിലായത്. ഒറ്റപ്പാലം സ്വദേശി പെരുമ്പ്രയൂർ വീട്ടിൽ 33-കാരൻ ഹരീഷ്, വിളത്തൂർ സ്വദേശി മുള്ളംതൊടി വീട്ടിൽ രജീഷ് എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. 28/1/2023 മുതൽ 14/5/2024 വരെയുള്ള കാലയളവിൽ കസ്റ്റമേഴ്സ് പണയം വെച്ച ഗോൾഡ് ലോണുകളിലെ കണക്കുകളിൽ ക്രമക്കേട് നടത്തിയ ഇനത്തിൽ 72,11,800 രൂപയും 92.5 ഗ്രാം സ്വർണ്ണ ഉരുപ്പിടിയിലെ കണക്കിൽ ക്രമക്കേട് നടത്തിയ ഇനത്തിൽ 5,55,000 രൂപയും ഉൾപ്പെടെ ആകെ 77,66,800 രൂപയാണ് ഇരുവരും തിരിമറി നടത്തിയത്. സ്ഥാപന അധികാരികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മാനേജരായ ഹരീഷിനെയും അസിസ്റ്റന്റ് മാനേജരായ രജീഷിനെയും പട്ടാമ്പി പോലീസ് SI കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പിയിലെ ഒരു ധനകാര്യ സ്ഥാപനമായിട്ടുള്ള തേജസ് സൂര്യ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ മാനേജറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജറുമായിരുന്ന ഹരീഷ് എന്ന മാനേജറും രജീഷ് എന്ന അസിസ്റ്റന്റ് മാനേജറും കസ്റ്റമേഴ്സ് പണയം വെച്ച ഗോൾഡ് ലോണിൽ തിരിമറി നടത്തിയതും കണക്കിൽ അതുപോലെ തന്നെ ക്രമക്കേടുകൾ നടത്തിയിട്ടും 72,11,800 രൂപയും 5,55,000 രൂപ വരുന്ന 92.5 ഗ്രാം സ്വർണ്ണ ഉരുപ്പടികൾ ഉൾപ്പെടെ 77,66,800 രൂപ കൈവശപ്പെടുത്തിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതി അത് കേസായിട്ട് രജിസ്റ്റർ ചെയ്യും. പട്ടാമ്പി ക്രൈം നമ്പർ 565 ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള തെളിവ് ശേഖരണവും നടത്തിയിട്ട് പ്രതികളെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിച്ച് ഇനിയും അറസ്റ്റ് നടപടികൾ വേണ്ടതാണെന്നുണ്ടെങ്കിൽ തുടർ അന്വേഷണത്തിലൂടെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പട്ടാമ്പി പോലീസ് സ്വീകരിക്കുന്നു. പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി.